മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി നമ്മൾ പുളിമൂട്ടിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ അകത്ത് പുളിമൂടിൻ്റെ അകത്ത് കയറി അവിടെ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ ഫസ്റ്റ് ഫ്ലോറിലാണ്, തേർഡ് ഫ്ലോറിലാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തേർഡ് ഫ്ലോറിൽ പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൽ കയറിയപ്പോഴാണ് ഇതിൽ മിററില്ല എന്നുള്ള കാര്യം അറിഞ്ഞത്. ഞാനാണെങ്കിൽ മിററിന് ക്യാമറയിൽ നിന്ന് പറഞ്ഞതിന് എന്നെ കളിയാക്കിക്കൊണ്ടുള്ള സംസാരമായിരുന്നു ഇത്. അങ്ങനെ ഇരിക്കുമ്പോൾ നവോമിയുടെ ടീമിൽ ഒരാൾ വരാത്തതിന് ടെൻഷനായിരുന്നു നവോമിക്ക്. അങ്ങനെ ഞങ്ങൾ തേർഡ് ഫ്ലോറിലെത്തി. തേർഡ് ഫ്ലോറിലെത്തിയപ്പോൾ ഈ ചേട്ടനായിരുന്നു ഞങ്ങൾക്ക് മെറ്റീരിയൽ, ഞങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ എടുത്തത്. ഞങ്ങൾക്ക് മസ്ലിൻ ക്ലോത്ത് ആയിരുന്നു വേണ്ടത്, കട്ടിയുള്ള മസ്ലിൻ ക്ലോത്ത് ആയിരുന്നു വേണ്ടത്. അങ്ങനെ ആ ചേട്ടൻ 2-3 ടൈപ്പ് മസ്ലിൻ ക്ലോത്ത് ഒക്കെ കാണിച്ച് തന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ മിസ് നർമ്മദയിലും ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ 3 പേര് അവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് നർമ്മദയിൽ നോക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ നർമ്മദയിലോട്ട് കയറാൻ വേണ്ടി വന്നു. അങ്ങനെ നർമ്മദയിൽ വന്ന് അവിടെ ചോദിച്ചപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് മിറർ ഉണ്ടായിരുന്നു, അപ്പോൾ കുറേ ഇഷ്ടമൊക്കെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് അവിടെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു സെക്കൻഡ് ഫ്ലോറിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാണ്. അങ്ങനെ പിന്നെയും കുറേ ഇഷ്ടമൊക്കെ കാണിച്ച് നിന്നപ്പോൾ സെക്കൻഡ് ഫ്ലോർ എത്തി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഗാർമെൻ്റ് ഒരു ചേച്ചി കാണിച്ചു തന്നു. പക്ഷേ അതിന് ഭയങ്കര റേറ്റും ആയിരുന്നു. പക്ഷേ ആ കളറും അല്ലായിരുന്നു ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ആ ചേച്ചി വേറെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എങ്കിലും ഞങ്ങൾക്ക് അതും അല്ലായിരുന്നു വേണ്ടത്. അതിന് ഭയങ്കര റേറ്റും ആയിരുന്നു, ഭയങ്കര വേറൊരു കളറുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചമ്മി ഇറങ്ങി തിരിച്ച് പുളിമൂട്ടിലോട്ട് പോകാൻ വേണ്ടി അവിടുന്ന് നർമ്മദയിൽ ഇറങ്ങി. അപ്പോൾ ഇവിടെ പറയുകയാണ് ഞാൻ ഇവിടെ വലിച്ചുകൊണ്ട് പോവാണ്, ടോർച്ചർ ചെയ്യാണ്. ഞങ്ങൾക്ക് കുറച്ച് സമയമുള്ള ആ സമയത്ത് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ തിരിച്ച് ക്ലാസ്സിൽ ചെയ്യണം. അപ്പം ഞാൻ അവളെ വലിച്ചുകൊണ്ട് പോയി ടോർച്ചർ ചെയ്യുവാന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പുളിമൂട്ടിലെത്തി. ഇവരെ 3 നേരം നമ്മളിവിടെ ഇരുത്തിയിട്ടായിരുന്നു പോയത്. അങ്ങനെ ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിന് അങ്ങോട്ട് പോയി. ലിഫ്റ്റിന് അവിടെ ചെന്നപ്പോൾ ലിഫ്റ്റ് ഓഫാണ്. അപ്പം നമുക്ക് മെറ്റീരിയൽ എടുക്കണം എന്നുള്ളത് നമ്മൾ ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി. അങ്ങനെ സ്റ്റെപ്പ് കയറി ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നിറങ്ങി. അവിടെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെയും സ്റ്റെപ്പ് കയറി. ഇവിടെ ചീറ്റിലാണ് ഗൈസ്, എൻ്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ അവളോട് നടക്കും. അങ്ങനെ ഞങ്ങൾ ഫൈനലി തേർഡ് ഫ്ലോറിലെത്തി. തേർഡ് ഫ്ലോറിലെത്തി ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആദ്യം വന്ന ചേട്ടൻ പോയിട്ട് വേറൊരു ചേച്ചിയും പിന്നെ ഒരു ചേട്ടനോട് വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട ഗാർമെൻ്റ് ഒക്കെ വെട്ടിത്തന്നു. അപ്പോൾ ഞങ്ങൾ വന്നത് ടീം വൈസ്, ഞങ്ങളൊരു ടീമാണ്. അപ്പോൾ ആ ടീം വൈസ് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരുത്തർ പോസൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടീമുകാരുടെ എടുത്ത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ടീമിൻ്റെ വന്നു. ഞങ്ങൾ മെറ്റീരിയൽ എടുക്കുന്നതൊക്കെ എടുത്തു. അപ്പോൾ ഈ ചേട്ടനോട് എനിക്ക് ഡൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറ്റില്ല എന്നായിരുന്നു കേട്ടത്. അത് പറഞ്ഞ് എൻ്റെ തെറ്റിപ്പോയല്ലോ എന്നുള്ള ചമ്മൽ കൊണ്ടും എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെയായി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ അവിടെ സെയിൽസ് ഗേൾ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അവളപ്പോൾ സെയിൽസ് ഗേൾ ആണ് എന്തൊക്കെ ചെയ്യണമെന്ന് എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ശ്രദ്ധിച്ച് കണ്ണിന്മ ചിമ്മാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ ക്യാമറയിൽ പെട്ടു. പിന്നെ ഭയങ്കര ലാഗായിരുന്നു ആ ചേട്ടനും ചേച്ചി. ഇനി ഇവരുടെ ടീമിൽ കഴിഞ്ഞപ്പോൾ അവളവിടെ വന്ന് റീൽസും തോണ്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ പിന്നെ ഫോട്ടോ എടുക്കുമായിരിക്കുന്നവർക്ക് എൻ്റെ കൂടെ വന്ന് പോസിറ്റ് വേറെ എടുക്കണം. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഗാർമെൻ്റ് ഒക്കെ എടുത്ത് ബില്ലടിക്കാൻ താഴെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കപ്പിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ചേച്ചിയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോറിലെത്തി പാറ്റേജ് പറഞ്ഞു സ്റ്റിച്ചിങ് മെറ്റീരിയൽസ്, സ്റ്റിച്ചിങ് പ്രോപ്പർട്ടീസ് കിട്ടുന്നിടത്ത് മാത്രമേ അതുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവളുടെ ബില്ലൊക്കെ നോക്കി അവൾ ഭയങ്കര വിചരമിച്ച മോന്തയായിട്ട് നിന്നപ്പോഴാണ് പ്രീതിയുടെ മുഖത്തൊരു സങ്കടം കണ്ടത്. ചോദിച്ചപ്പോൾ പ്രീതി ലിപ്സ്റ്റിക് ഇടാത്തതുകൊണ്ട് സങ്കടമായിരുന്നു. അങ്ങനെ ബില്ലടയ്ക്കാൻ താഴോട്ട് വന്നപ്പോഴത്തേക്കും ഒരു മിററിൽ ഞങ്ങളെ കുറേ കാണുമെന്ന് പറഞ്ഞു. അതിൻ്റെ കുറേ കൊനിഷ്ടൊക്കെ വീഡിയോ എടുത്തു. ബില്ലടയ്ക്കാൻ താഴെ വന്നപ്പോൾ എന്നെക്കാൾ ഒരു 100 രൂപ കൂടുതലുള്ളതിൻ്റെ ഷോയും ഡ്രസ്സിനായിരുന്നു അവൾ ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ വന്നു. ഈ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം എടുക്കാൻ ചെയ്യുന്നത്. ആ ചേച്ചി ഭയങ്കര എന്തോ സങ്കടത്തിലൊക്കെ ആയിരുന്നു, ഒരാൾ കഴിച്ചിരുന്നത്. അതിൻ്റെ സങ്കടത്തിലൊക്കെ ഞങ്ങൾക്ക് സാധനമൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ മെറ്റീരിയൽ വാങ്ങിച്ചിറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് ഈ സിസ്റ്ററിൻ്റെ ഇരുന്ന 1 രൂപ താഴ്ത്തി. അപ്പം പിന്നെ ഞാൻ മെറിനോട് പറഞ്ഞു അതെടുത്ത് കൊടുക്കുന്ന കാരണം അങ്ങനെ ഒരു നന്മ പ്രവൃത്തിയൊക്കെ ചെയ്ത് ഞങ്ങൾ അടുത്ത് ഞങ്ങൾക്ക് വേണ്ട ബീഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അടുത്ത സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് പ്രോപ്പർട്ടീസ് കിട്ടുന്ന കടയിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇതൊക്കെയാണ് ആ കട അറിയാം, ഞങ്ങൾക്ക് ആ കട അറിയാം. അങ്ങനെ പക്ഷെ അവൾ പുറകിൽ ഞങ്ങൾ ഫ്രണ്ടിൽ നടന്ന് അങ്ങനെ അവസാനം കടയിലെത്തിയപ്പോൾ നിന്ന് തിരിയാൻ ഇടയില്ല, ഭയങ്കര തിരക്ക്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ടീംസിനെ അവിടെ കണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും എടുത്തിട്ട് ഞങ്ങൾ എന്തോ അവിടെ ഇരുന്നോന്നൊക്കെ പറഞ്ഞു. അവസാനം ഞങ്ങൾ തീരുമാനിച്ചെന്ന് വേറെ കടയിൽ പോകാം, ഇവിടെയാണ് ഭയങ്കര തിരക്കും, ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അടുത്ത കടയിലോട്ട് എത്തി.
നോക്കിയപ്പോൾ അവിടെയാണ് ഒരു ചേച്ചി മാത്രം